ഇനി വേറെ ഇലയില് ഇതിനാണ് 2-3 ഇലയൊക്കെ എടുത്തോണ്ട് വന്നേ. സമ്മതിച്ചെന്നത് പിടി. ഇന്നത്തെ റെസിപ്പി മീൻ പുളിയിലയിൽ ചുട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ്. ഇതിന് ഏറെ സവിശേഷതകളുള്ള ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ. അതായത് ഇത് ചെയ്യുന്നത് നമ്മുടെ ചാച്ചിയാണ്. ചാച്ചിയുടെ തനതായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ തറവാട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പൊ തറവാട്ടിൽ ജനിച്ചു വളർന്നു പോയ പലരും ആവശ്യപ്പെട്ടതാണ് ഇതൊന്നു കാണിക്കണം എന്നുള്ളത്. അതൊരു കാര്യം. പിന്നെ ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു റെസിപ്പി കാണുന്നത് തന്നെ. അപ്പം എനിക്ക് വളരെ ഏത് മീൻ വെച്ച് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഒഴുക മീൻ വെച്ച് ചെയ്യുന്നതാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റെസിപ്പി ഇതിനു മുമ്പ് നമ്മൾ യൂട്യൂബിലോ മറ്റെങ്ങുമോ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പഴയ തനതായ രുചികളെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാർക്കും വേണ്ടി സമർപ്പിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹാപ്പി ഹോംസ് ബൈ അഖില നല്ല റെസിപ്പികളും കുറച്ച് വ്ളോഗുകളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ചാച്ചിയമ്മയ്ക്ക് വീഡിയോയുടെ മുന്നിൽ ഇതുപോലെ നിന്ന് തരാനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ വലിയ മടിയാണ് കേട്ടോ. അപ്പം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ചാച്ചി നിന്ന് തന്ന ഒരു ഫോട്ടോയാണിത്. അതുപോലെ മക്കളെയും കൂട്ടി പുളിമരത്തിൻ്റെ ചോട്ടി വന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഒരാഗ്രഹം. അപ്പോൾ അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് മീൻ ആദ്യം വൃത്തിയാക്കണം. ഞങ്ങൾക്ക് ഒഴുകുമീൻ തന്നെയാണ്, നല്ല ഒഴുകുമീൻ കിട്ടി. കല്ലുപ്പ് ഇട്ട് ഉള്ള വെള്ളത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇടണം. അതാണ് മീൻ കുറച്ചുകൂടി ഉളുമ്പൊക്കെ കുറയാൻ നല്ലതെന്നാണ് ചാച്ചിയുടെ ടിപ്പ്. മീൻ വൃത്തിയാകുന്ന നേരം കൊണ്ട് നമുക്ക് പുളിയില പറിക്കാൻ പോവാം. വീടിന്റെ 2 വശത്തായിട്ട് 2 പുളിമരം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വാളം പുളിമരത്തിൽ നിന്നാണ് പറിക്കേണ്ടത്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കാണാം അവിടെ കുറേ ആൾക്കാരുടെയൊക്കെ സ്വന്തം മരമാണ്. നമ്മൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അണ്ണാനും ചെറിയ പക്ഷികളും മൈന കരിയിലപ്പിടച്ചിയൊക്കെ ഉണ്ട്. നമ്മൾ പുളിയില പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇളതായിട്ടുള്ള ഇലയാണ് ആവശ്യമുള്ളത്. മൂത്ത ഇല നമുക്കിതിന് കൊള്ളില്ല. അപ്പോൾ ഈ ഒരു പുളിമരത്തിലാണ് താഴെ തന്നെ ചൂടോട് ചേർന്ന് കുറേ അധികം പൊട്ടിമുളച്ച് തളിരിലകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ, ഇവിടുന്ന് തന്നെ നമുക്ക് കുറേ ഇളത് കിട്ടി. ചെറുതായിട്ട് പൊട്ടി മുളച്ച് ഉണ്ടായിരുന്നുകൊണ്ട് ഒരു സൂക്ഷിക്കുന്നു. നമുക്കിന്ന് ഇവിടെ അധികം നേരം നിൽക്കണ്ട, പറിക്കണ്ട, വേഗം വിട്ടുപോയേക്കാം. ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്ന തളിരിലകളെല്ലാം നമുക്ക് ഓരോന്ന് ഊർത്തിയെടുക്കണം. മാക്സിമം വലിയ മൂത്ത തണ്ടില്ലാതെ തന്നെ നമുക്ക് ഊർത്തിയെടുക്കണം. നമ്മൾ മുരിങ്ങയില ഇട്ട് മുട്ടത്തോരൻ വെക്കില്ലേ, ആ സമയത്ത് നമ്മൾ മുരിങ്ങയില അടർത്തിയെടുക്കുന്ന പോലെ ഇതിൻ്റെ ഇലകളും പരമാവധി അടർത്തിയെടുക്കുക. ചാച്ചിക്ക് ഇങ്ങനെ സ്റ്റൈല് പ്ലേറ്റിലൊന്നും വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ചെയ്ത് നാടൻ രീതിയിലാണ് ഇഷ്ടം. അപ്പോൾ അതെല്ലാം ചാച്ചി മാറ്റി ചാച്ചിയുടെ പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ഇതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. കുറച്ച് കറിവേപ്പിലയും കാന്താരി മുളകും ഒരു 5 ഇതളോളം ചെറിയുള്ളിയും നമുക്ക് എടുക്കണം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു നമ്മുടെയൊക്കെ വിരലിൻ്റെ 1 ഇഞ്ച് അത്ര മതി. അത്രയും കൂടി എടുത്ത് അതുപോലെ നമുക്ക് ഒരു അരമുറി തേങ്ങായും കൂടെ വെച്ചിട്ട് ഇതെല്ലാം കൂടി കല്ലിലൊന്ന് നമുക്ക് അരച്ചെടുക്കണം. കല്ലില്ലാത്തവർ മിക്സിയിൽ അരച്ചാലും മതി കേട്ടോ.
പാവം കല്ലിൽ അരഞ്ഞിരിക്കുന്ന ഒരു ഉറുമ്പ്. ചാച്ചി അരയ്ക്കുന്നതിനും ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് ഇല ആദ്യം അരച്ചെടുക്കും. അതിനുശേഷമാണ് തേങ്ങയും ചെറിയുള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയും ഒക്കെ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അറിയണം അല്ലേ? അതൊക്കൊന്നും പറ്റില്ല. പുളിയുണ്ട്, ഉപ്പ് വേണം ഇച്ചിരി കൂടെ അല്ലേ? അപ്പോൾ ഇത് കണ്ടല്ലോ, ചാച്ചി എല്ലാം ഒതുക്കി വെച്ചു. ഇനി ഇതിന്റെ ഉപ്പൊക്കെ നോക്കണം. മിക്സിയിൽ അരയ്ക്കുന്നവര് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണേ. തിരുമ്മിയെടുത്ത് തീരാറാവുമ്പോഴത്തേക്കും നമുക്ക് ലേശം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. നമ്മുടെ ഒഴുകമീൻ ഒരു പാത്രത്തിലാക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മാരിനേഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാഴയില കീറാൻ പോകണം. വാഴയില കുറച്ച് അധികം വേണം. ഇനി നമുക്ക് വാഴയില കീറിക്കൊണ്ട് വരാം. ഇനി ഇല കഴുകി വൃത്തിയാക്കി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒരു മീനിന്റെ മുകളിൽ ഒന്നാവാത്ത രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നിരത്തിയിട്ട് കൊടുക്കുക. അയ്യോ അല്ലേ, താഴെ വെച്ചിരിക്കുന്ന ഇലയൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും മുകളില് മറ്റൊരു ഇല കൊണ്ട് മൂടിക്കൊടുക്കണം. അത് തീ കത്തിക്കുന്ന സമയത്ത് ഒരുപാട് തീ വേണ്ട. ആദ്യമേ ഉള്ള തീയിനേക്കാൾ നന്നായിട്ട് കുറച്ച് കൊടുക്കുകയും ചെയ്യണം. പിന്നീട് കനൽ മാത്രം മതിയാവും. നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെക്കുക, പിന്നീട് ലോ ആക്കുക. ആ ഒരു പരുവത്തിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. ഇത് വിറകടുപ്പിലായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് സംഭവിച്ചു. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും കേട്ടോ. ഈ മൂടിയിരിക്കുന്ന വാഴയില കൂടി വാടാൻ തുടങ്ങുന്ന സമയമാണ് നമുക്ക് മറിച്ചിടേണ്ട സമയം. അപ്പോൾ ഇത് പതുക്കെ വലിച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നേരെ മറിച്ചിടണം. മറിച്ചെടുക്കുന്നതാണ് വളരെ സാഹസികമായ ഒരു ജോലി. അതൊന്നും പൊട്ടിപ്പോവാതെ, ആവശ്യത്തിന് എന്തെങ്കിലും പൊട്ടിപ്പോവില്ല കേട്ടോ, പൊട്ടിപ്പോവാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചിടണം. ഇനി അങ്ങനെ തിരിച്ച് അടുത്ത വാഴയിലയിലേക്ക് ഇട്ടത് നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇതിനാണ് നമ്മൾ 8 വാഴയിലയോളം എടുത്തത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് അടിയിൽ ഒരു വാഴയിലയും കൂടി വേണം. അതായത് 2 വാഴയിലയുടെ മുകളിലാണ് നമ്മുടെ അട ഇപ്പം ഇരിക്കുന്നത്. അതുപോലെ ഇത് മൂടി വെക്കാനും ഒരു വാഴയില വേണം. നമ്മുടെ അട കണ്ട മൂത്തൂന്ന് നമുക്ക് തോന്നും. ലേശം കറുപ്പ് നിറമൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും ഇത് 2 തവണ, ഒരു വശം 2 തവണയെങ്കിലും നമ്മൾ തിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നമ്മളുടെ അടിവശം പാകമായി. ഇതിപ്പോൾ ഇത്രയെങ്കിലും മൂത്ത് വരണം. നമ്മൾ ലേശം കറുപ്പ് നിറം കാണുമ്പോഴേ അത് പാകമായി ഓർത്തെടുക്കരുത്. അപ്പോൾ വീണ്ടും ചാച്ചി ഒന്നും കൂടെ തിരിച്ചിടുകയാണ്. ഇതുപോലെ 4 തവണ ഇട്ടപ്പോഴാണ് നമുക്ക് പാകത്തിന് കിട്ടിയത്. ഈ വാഴയിലയിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന അരപ്പിന് പോലും അപാര രുചിയാണ് കേട്ടോ. ഇതൊക്കെ തോണ്ടി തിന്നാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
ഉണങ്ങി ശരിക്കും പിടിച്ചോണേ, വരയും കൂടി പിടിച്ചോ. ടൊമാറ്റോ അവിടെ നോക്കിക്കോ. ഈ പ്ലേറ്റ് പിടിക്കുക, താഴെ കളയത് ഫുഡാ. താഴെ പിടിച്ചോണേ. അമ്മ ഫോട്ടോ എടുത്തോട്ടെ. വരയും കൂടി പിടിക്കാൻ. ദാ ഇത് കണ്ടോ, ചുട്ടെടുത്ത മീനാണെങ്കിലും അരപ്പൊക്കെ നന്നായിട്ട് പറ്റി അകമൊക്കെ നന്നായി വെന്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പണ്ടൊക്കെയുള്ള കാർന്നവന്മാർ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ കൂടി കൊടുക്കുക. അപ്പോൾ മുന്നോട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓൾ തന്നെ കൊടുക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ എല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും സേഫായും ഒക്കെ ആയിരിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.